Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55 488 910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. أنت نور الله فجرا جئت بعد العسر يسرا ربنا أعلاك قدرا يا إمام الأنبياء أنت في الوجدان حي أنت للعينين ضي أنت عند الحوض أنت هاد وصفي يا حبيبي يا محمد يا نبي سلام عليك يا رسول سلام عليك يا حبيب سلام عليك صلوات الله. ഇപ്പോൾ നാട്ടിൽ വന്നാലും ഈ സ്ഥാപനത്തിലേക്ക് വരികയും നമ്മളുമായി ബന്ധപ്പെടുകയും സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം പറയുന്നു. അദ്ദേഹത്തിന് അല്ലാഹു തആല ആഫിയത്തോടുള്ള ദീർഘായുസ്സ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രധാന അധ്യാപകനായ ബഹുമാനപ്പെട്ട ഇത്തമി ഉസ്താദ് അവர்கள் അദ്ദേഹം ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമിക്ക് വേണ്ടി 2008 മുതൽ ഇതുവരെ ഇനിയും ഇതിനു വേണ്ടി ഒരുപാട് വളരെയേറെ ശ്ലാഘനീയമായ നിലയിൽ ഇതിനെ സഹായിക്കുകയും സഹകരിക്കുകയും ഉസ്താദിന് താങ്ങും തണലുമായി വന്നത് ഈ പ്രവാസികൾ തന്നെയാണ്. മഹാനായ ശൈഖുനാ ഉസ്താദ് അവர்கள் ബഹ്റൈനിൽ പോയപ്പോൾ നമ്മുടെ ബഹ്റൈനി കമ്മിറ്റിയുടെ പ്രസിഡന്റ് സാഫി ഖാന്റെ നേതൃത്വത്തിൽ ഉസ്താദിനെ സ്വീകരിച്ചത് പലപ്പോഴും സഹായിച്ച സഹകരിച്ച ആ പ്രവർത്തനങ്ങൾ നിങ്ങൾ വളരെ നന്ദിപൂർവ്വം എന്നും സ്മരിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം എല്ലാവർക്കും നൽകട്ടെ എന്ന് സംബന്ധിച്ചോളം നമുക്കറിയാം. വർഷങ്ങൾക്ക് മുമ്പ് പേര് ഉച്ചരിക്കുമ്പോൾ തന്നെ യുവാക്കളോട് ഉസ്താദിനുണ്ടായിരുന്ന ബഹുമാനം അല്ലെങ്കിൽ അവരെ എവിടെ എത്തിക്കണം എന്ന ഒരു വിധിവീക്ഷണത്തോട് കൂടി തുടങ്ങിയ ഈ സ്ഥാപനം അതിൻ്റെ വളർന്ന് പദ്ധതി കിടക്കാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് ഉസ്താദ് ബഹ്റൈനിൽ വന്ന് പൊതുവേ ഞാൻ എല്ലാ സ്ഥലത്തുണ്ടെങ്കിലും ഒരു സ്ഥാനം ഏറ്റെടുക്കാറില്ല. കഴിഞ്ഞതും പ്രവർത്തനം മാത്രം ചുരുങ്ങി അവിടെ നിൽക്കാനാണ് പതിവ്. ഉസ്താദിൻ്റെ ആയിട്ടൊരു 4-5 ദിവസം ഒന്നിച്ച് താമസിച്ച് ആ ഒരു ബന്ധം ഈ ഒരു സ്ഥാപനത്തിൻ്റെ ബഹ്റൈൻ ആവശ്യപ്പെടുന്ന അതിൻ്റെ ആ ഒരു ബന്ധം എന്തോന്നറിയില്ല അങ്ങ് വല്ലാണ്ട് അങ്ങ് കൂടുതൽ ശക്തിപ്പെടുക ചെയ്തത്. അതിന് ഉദാഹരണം മാത്രമായിരുന്നു കൈവാഷം പറയാതെ പറഞ്ഞ കാര്യമാണ്. ഉസ്താദ് മരിക്കുന്ന അതൊന്നും ഞാനിവിടെ എത്തിപ്പെടേണ്ട ഒരു സാഹചര്യം. അതായത് ഹജ്ജ് പെരുന്നാളിന് തലേന്ന് ഉസ്താദ് മരിക്കുന്നത് പ്പോഴേക്കും പഠനം ചെയ്യാനുള്ളൊരു പ്ലാൻ ചെയ്തു. ഒരു 6 മാസം മുമ്പാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഫൈനൽ ചെയ്ത് 6 മാസം കൊണ്ട് ഇതിൻ്റെ പണി കഴിഞ്ഞു. പണിക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില സംഖ്യ മാത്രമേ ഞങ്ങൾക്ക് സ്വരൂപിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതിനേക്കാളും കൂടുതൽ നടന്നത് ഞാൻ ഇവിടുത്തെ ഓരോ ഉസ്താദന്മാരും ഓരോ ആൾക്കാരാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ സൂചിപ്പിച്ചിരുന്നു. കാരണം ഇവിടെ കാശ് കൊണ്ട് മാത്രം ഇവിടെ കാര്യമില്ല. ഓരോ പണി നടക്കണമെങ്കിൽ അതിന് പിറകെ നടന്ന് ഒരു നിലക്കെത്തിക്കഴിഞ്ഞാൽ ഒന്നുണ്ട് വിശേഷം എന്നുള്ള കാര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല. അത് വിളിച്ചില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് നമ്മൾ അന്ന് വാട്സപ്പിൽ വിളിക്കുക, ചിലർക്ക് ഡയറക്റ്റ് കോളൊക്കെ ആയിരിക്കും വരുന്ന സ്ഥാനം. അധികം വാട്സപ്പിൽ വിളിക്കും, ചിലപ്പോൾ അറിയാണ്ട് ഡയറക്റ്റ് കോൾ.
ഞാനിപ്പോഴും ഓർക്കും ഉസ്താദ് എന്തുമാത്രം നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, ഇവിടെ ഇതുമായിട്ട് ബന്ധം പുലർത്തുന്നുണ്ട്. ആ ഒരു ബന്ധമാണ് അൽഹംദുലില്ല വർഷങ്ങൾ തോറും എന്തെങ്കിലും ഇവിടെ ചെയ്യണം എന്നുള്ള മനസ്സിന് ഒരു ശക്തി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഭാഗമായി നമുക്ക് ഏകദേശം ഇവിടെയൊക്കെ ആവശ്യമായ ജനറേറ്റർ തരാൻ പറ്റിയ കമ്മിറ്റിക്ക് ഉപയോഗിക്കാൻ പറ്റി. അതുപോലെ തന്നെ അൽഹംദുലില്ല ഇപ്രാവശ്യം ഇവിടെ ഗസ്റ്റ് റൂം ആവശ്യമാകുമ്പോഴേക്കും അപ്പോൾ പലപ്പോഴും പറയാണ്ടായിരുന്നു ഇവിടെ നമ്മളെ പഠിപ്പിക്കാനും ക്ലാസ് എടുക്കാനും പുറമെന്നുള്ള പല ഫോർമാറ്റ് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വന്നു കഴിഞ്ഞാൽ അവർ താമസിക്കാനും ആരുടെയെങ്കിലും വീട്ടിൽ ഗസ്റ്റായിട്ട് പോകണ്ട, അതല്ലെങ്കിൽ ലോഡ്ജിൽ പോകുന്നുണ്ട്. 10-ാം തീയതി അതായത് 10-ാം തീയതി പെരുന്നാളിൻ്റെ അന്ന് വൈകുന്നേരം വരേണ്ട ഞാൻ ഒരു ദിവസം മുമ്പ് എന്തോ ഒരു ഉൾപ്പെടെ വന്നു പെട്ടെന്ന് പോകണം. ഞാൻ പെട്ടെന്ന് ടിക്കറ്റ് മാറ്റി ഒരു ദിവസം വന്നു ഇവിടെ എത്തി ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴേക്ക് കേൾക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ എത്തി സ്ഥലമേറ്റ് കാണാൻ പറ്റി. ഇന്നൊരു ഇവിടെ മറ്റു വേദിയിലിരിക്കുന്ന നേതാക്കന്മാരെ എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഇമാം ഷാഫി അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഉയർച്ചയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ബഹുമാനപ്പെട്ട കാസിം ഉസ്താദിൻ്റെ ഒരു സ്വപ്നം അത് പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ദീനീ വിജ്ഞാന രംഗത്തോടൊപ്പം തന്നെ ഭൗതിക വിജ്ഞാനം നൽകിക്കൊണ്ട് സമൂഹത്തിന് ഉതകുന്ന രീതിയിലുള്ള അധ്യാപകരെ അഥവാ ഉസ്താദുമാരെ വാർത്തെടുക്കുക എന്ന ഒരു മഹത്തായ ഒരു ലക്ഷ്യത്തോടെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സഹകരണവും മനസ്സും ഒക്കെ ഈ സ്ഥാപനത്തിനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വേറെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും അത് ഷാഫിച്ചാൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ അത് പൂർത്തീകരിക്കുകയും ചെയ്തു എന്നത് ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ചെയ്യാൻ ബഹ്റൈൻ കമ്മിറ്റിക്ക് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പിന്തുണ എന്നും ഈ സ്ഥാപനത്തിൽ ഉണ്ടാകുമെന്നുള്ള പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമി ബഹ്റൈൻ കമ്മിറ്റിയുടെ അതേപോലെ മറ്റു പ്രവാസി സുഹൃത്തുക്കൾ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ നിന്ന് മാത്രമല്ല, ഇമാം ഷാഫി അക്കാദമി എന്ന് പറയുന്ന ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ ഓരോ ചരണങ്ങളിലും കൂടെ നിൽക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ വളരെ ബന്ധപ്പെട്ട ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. അതുകൊണ്ട് ഇതിനൊന്നും പരിചയപ്പെടുത്തേണ്ട പറയേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ട ആ ഹൃദയത്തിലേക്ക് അത്രയും എഫക്റ്റ് ചെയ്യാം. അതായത് ഓരോ ബന്ധങ്ങൾ എന്ന് പറയുന്നത്, ഈ ബന്ധങ്ങൾ അതേപോലെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ജീവിതത്തിൻ്റെ അവിടെ ആ തിരക്കിൻ്റെ ഇടയിൽ അവരുടെ അമൂല്യമായ ആ ഒരു സമ്പത്തിനെ പരിശുദ്ധമായ ദീനീ ദഅവത്തിൻ്റെ മേഖലയിലേക്ക് അതും ഇത്തരത്തിലുള്ള ഒരു നല്ല പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ തൗഫീഖാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവർക്കൊക്കെ തക്കതായ പ്രതിഫലം നിരൂപിച്ചിട്ടും പ്രദാനം ചെയ്യുന്നു. നമ്മുടെ ഈ സ്ഥാപനം സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകളാണ്. ഞാനത് ആവർത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഓരോരുത്തരും ഇങ്ങനെ നൽകിയിട്ട് തന്നെയാണ് ഇത് നടന്നു പോകുന്നത്. അതല്ലാതെ ആരും ഒരാൾ ഇങ്ങനെ മുതലിറക്കിക്കൊണ്ട് നൽകുന്ന സംരംഭമല്ല ഇത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ചെയ്യുന്ന ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാണ്. നിങ്ങൾ പറയാതെ തന്നെ ഇവിടെയുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞു മഹാനായ ശൈഖുനാ ഉസ്താദിൻ്റെയും അതേപോലെ ഈ സ്ഥാപനത്തിൻ്റെയും വളരെ നല്ല ആത്മാർത്ഥമായി സഹായിച്ച സഹകരിച്ച ബഹുമാനപ്പെട്ട മൊയ്ലാർ അബ്ദുൽ ഖാദർ ഹാജി, ഇങ്ങനെയുള്ള ഒരുപാട് മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരികയാണ്. നമുക്കറിയാം ഉസ്താദ് നമ്മളൊക്കെ ഇനിയും കുറേ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മളിൽ നിന്ന് വിട്ടുപോയപ്പോൾ നമ്മൾ ചിന്തിച്ചു, എല്ലാവരും ചിന്തിച്ചു, ഉസ്താദൊക്കെ പറഞ്ഞു എന്ന് ഇങ്ങനെ ഉസ്താദും നിസാം ഉസ്താദും കാര്യം സന്ദർശിക്കുകയും അവിടുന്ന് 15 ദിവസത്തോളം ഷാഫിച്ചാൻ്റെ റൂമിലായിരുന്നു, ഫ്ലാറ്റിലായിരുന്നു ഉസ്താദ് താമസിച്ചത്. അവിടെ
15 ദിവസം താമസിച്ചിട്ട് ഒരു കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് ഉസ്താദ് ഒരു ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത്. മീറ്റിംഗ് വെച്ചിട്ടൊന്നല്ല. പിന്നെ കാറിൻ്റെ ഉള്ളിൽ ഉസ്താദ് ഇന്നാളെ പ്രസിഡന്റ്, ഇന്നാളെ സെക്രട്ടറി, ഇന്നാളെ മുമ്പിൽ ഞങ്ങളോട് ഉണ്ടല്ലോ എന്ത് പറഞ്ഞാലും ഞങ്ങൾ സലാത്ത് തുടങ്ങിയിട്ട് എല്ലാ ആഴ്ചയിലും സലാത്ത് നടക്കുന്നുണ്ട്. അതുപോലെ കാസിം ഉസ്താദിനെ പറ്റിയിട്ട് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്കറിയാം, അത്ര എനിക്കറിയില്ല. എങ്കിൽ ഉസ്താദ് ബഹ്റാനിൽ വന്നിട്ട് നാട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം ആഴ്ചയിൽ ഒരു ദിവസം പോലും ഞങ്ങളായിട്ട് ഫോണിൽ സംസാരിക്കും. സുഖം ഇവരറിയാൻ വേണ്ടി മാത്രം. അത്രയും ഉസ്താദിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കണ്ണതറിയാം. കാരണം ഉസ്താദ് അത്രത്തോളം ആൾക്കാരായിട്ട് ബന്ധങ്ങൾ ഒരു റിസീവർ വെച്ചിട്ട് സ്വരൂപിക്കുന്നതല്ല. അവിടെയുള്ള ഭാരവാഹികൾ തന്നെ നടന്നിട്ട് പോയിട്ടുണ്ടാക്കുന്നതാണ് ഈ തുകയാണ്. കാരണം സ്ഥാപനത്തിന് ഒരു ശമ്പളക്കാരെ വയ്ക്കലില്ല. നമ്മൾ സ്ഥാപനത്തിൻ്റെ ഭാരമായിട്ട് ഏറ്റെടുത്തവർ തന്നെ ജോലി കഴിഞ്ഞതിന് ശേഷം പോയിട്ട് സ്വരൂപിച്ചിട്ട് പൈങ്കിസ്ഥാനിൻ്റെ സ്ഥാപനമായിട്ട് മെമ്പർ സ്ഥാനത്തുണ്ടാണ്. അതുപോലെ കിന്യ ശംസുലുലമ സ്ഥാപനമായാലും ഈ 10 പേർ തന്നെ ഉണ്ടാവും. പക്ഷേ ഈ സ്ഥാപനത്തിൻ്റെ എല്ലാം അതിൻ്റെ പോലെ തന്നെ ഈ KMCCയുടെ പ്രവർത്തനം നടത്തുന്നത് ഇതേ നേതാക്കന്മാരുടെ സംസ്ഥാന KMCCയുടെ വൈസ് പ്രസിഡന്റാണ് സ്ഥാപിച്ചത്. അതുപോലെ സെറി സാഹിബാണെങ്കിൽ ഇവരെന്നെയാണ് ബാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നവരൊക്കെ നമ്മളെ മെമ്പർമാരാണ്. പിന്നെ ഉസ്താദ് നിസാം ഉസ്താദ് ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് സ്ഥാപനത്തിനെ പറ്റിയിട്ട്, ഇങ്ങനെ ബാലൻസ് കമ്മിറ്റിനെ പറ്റിയിട്ടൊക്കെ ഏകദേശം ആൾക്കാരായിട്ടും ഇന്നെ കയ്യിലായിരുന്ന നമ്മുടെ സ്ഥാപനത്തിലൊക്കെ സഹായിക്കുന്നു. കുറേ നാട്ടിൽ വന്നിട്ടുണ്ട്. കാസിം ഉസ്താദ് കൂടെ ഇവിടെ അന്ന് ബാലങ്ങിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് 10 തങ്ങളായിട്ട് എന്നോട് കൊണ്ടുവന്നാണ്. മൂപ്പറെ ഭാര്യയ്ക്ക് പറഞ്ഞ പോലെ ഗസ്റ്റ് റൂം അതിൻ്റെ യൂട്ടിലൈസേഷൻ ഓൾറെഡി നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് സ്ഥാപനത്തിൽ സമർപ്പിക്കുക എന്നുള്ളൊരു ഔദ്യോഗികമായ ഒരു ചടങ്ങാണെന്നുള്ളതാണ്. ഇതിനുവേണ്ടി പ്രവർത്തിച്ച, ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും കൃത്യമായ രീതിയിൽ നന്ദി പറയുകയാണ്. ഇപ്പോൾ പോകുന്നതിന് ഏകദേശം ഒരാഴ്ച മുമ്പ് ഇവിടുന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അത് കൂട്ടാൻ വന്നു. കാരണം നമുക്കിപ്പോൾ തിരിച്ച് പോകുമ്പോൾ ഇങ്ങനെ എന്ത് ആലോചിച്ചെന്നറിയാം. ഇങ്ങനെ പറഞ്ഞു, ഇത് നടന്നോളൂ, ഇത് നല്ല രീതിയിൽ നടന്നു. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് കൊടുക്കുന്നത് പറഞ്ഞ പോലെ ഷാഫ്ജ പറഞ്ഞ പോലെ ബന്ധങ്ങളാണ് കൊണ്ടാണ് പറയിപ്പിച്ചത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, അല്ലെങ്കിൽ ഒരു സമയത്ത് അറിയും ഇതിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഇങ്ങനെ ഒപ്പം നല്ലോണം ഇങ്ങനെ ഇങ്ങോട്ട് ക്ഷണിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടു. ഇതിൻ്റെ കൂടെ പറഞ്ഞ് ഇപ്പോൾ ആഗ്രഹിച്ച പോലെ, ഇപ്പോൾ സ്വപ്നം കണ്ട പോലെ, അന്തിക്കാഴ്ച സ്വപ്നം കണ്ട പോലെ ഏറ്റവും നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു സഹകരണം ഇനിയും ഉണ്ടാവണം. നിങ്ങളുടെ ഈ മെഹറിൻ കമ്മിറ്റിൻ്റെ ഈ പ്രവർത്തനത്തിന് എന്തായാലും ഒരുപാട് ബാക്കിയുള്ള കമ്മിറ്റീസിനൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് കണ്ട് തുടരാനുണ്ട്. അപ്പോൾ ഇൻഷാ ദീർഘമായിട്ടും സംസാരിക്കുന്നില്ല. സൗദി നാഷണൽ കമ്മിറ്റിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഔപചാരികമായി എത്തിച്ചേർന്നതാണ്. ബഹ്റൈനിലെ കമ്മിറ്റികൾ പങ്കെടുക്കുന്ന ഗസ്റ്റ് റൂം ഉദ്ഘാടനം ഉണ്ടെന്ന് അലി രാജം ഉസ്താദ് പറഞ്ഞപ്പോൾ ഞാൻ നാട്ടിലുള്ള സ്ഥിതിക്ക് ഇൻഷാ അല്ലാഹ് വരികയും സ്ഥാപനത്തിൽ ഇതുവരെ വന്നിട്ടില്ല, ആദ്യമായി വരികയാണ്. അപ്പോൾ സ്ഥാപനം ഒന്ന് സന്ദർശിക്കുകയും കാണുകയും പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഓഡിറ്റോറിയത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് നാഷണൽ കമ്മിറ്റിയെ സമീപിച്ചപ്പോൾ അവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ പ്രധാനപ്പെട്ട പേര് പറയേണ്ടത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഫൈസി സിത്താമ്പുളിയെ പോലുള്ളവർ നമ്മൾ സമീപിച്ചപ്പോൾ അതിനോട് നല്ല നിലയിൽ സഹകരിക്കും. അൽഹംദുലില്ലാഹ് എനിക്ക് തോന്നുന്നത് നല്ലൊരു ഓഡിറ്റോറിയം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്, അതിന് കാണാനും സാധിച്ചു. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഏതായാലും നാം എല്ലാവരും മെഹറിൻ കമ്മിറ്റിയായ എല്ലാവരും ഇൻഷാ അല്ലാഹ് സ്ഥാപനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് ഒറ്റവാക്ക് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ദുആ വളരെ സന്തോഷകരമായ ഒരു ദിനമാണ് ഇന്ന്. ഇവിടെ ഈ ഗസ്റ്റ് റൂമിൻ്റെ ഒരു ആശയം വരുന്നത് തന്നെ കഴിഞ്ഞ വർഷം
സാഹിബ് എന്ന ഒരു വ്യക്തി നമ്മുടെ അച്ചു ബൗവലിൻ്റെ ജ്യേഷ്ഠൻ മുഹമ്മദ് കുഞ്ഞി ഇവിടെ കൊണ്ടുവന്നു. ഇങ്ങനെ സ്ഥാപനങ്ങളെല്ലാം അദ്ദേഹം സന്ദർശിച്ചു. ഇവിടുന്ന് ഭക്ഷണം അദ്ദേഹത്തിൻ്റെ ഫാമിലിയും കൂടി വന്നു. നമ്മുടെ തൊട്ടടുത്തുള്ള റൂമിൽ അവരൊക്കെ ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകുമ്പോൾ ഞാൻ തൊട്ട് മുമ്പിലുള്ള റൂം കാണിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് നമ്മുടെ വിശിഷ്ടാദികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് താമസിക്കാൻ വേണ്ടി പൊതുവെ നമ്മൾ കുമ്പളയിലാണെങ്കിൽ കാസർഗോഡ് ലോഡ്ജ് എടുക്കാനാണ് പതിവ്. അപ്പോൾ അവർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ചെയ്തു തരണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിന് വേണ്ടി 1 ലക്ഷം രൂപ തരാം. അതേപോലെ അദ്ദേഹം വീണ്ടും പറഞ്ഞു, വീണ്ടും ഞാൻ 1 ലക്ഷം രൂപ എൻ്റെ മാതാപിതാക്കൾക്കുള്ള നൽകുമാറാണ്. അങ്ങനെ അതിൻ്റെ ആ 1 ലക്ഷം രൂപ കിട്ടിയാണ് അതിൻ്റെ പണി തുടങ്ങിയത്. പിന്നീട് ബഹുമാനപ്പെട്ട സ്ഥാപിച്ച അവർ ബഹ്റൈൻ കമ്മിറ്റി അവർ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി പണിയും കൂടി ഞങ്ങൾ തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ നമുക്കറിയാം, ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അൻസരിനാസ മനാസിലും മുസ്തദാസങ്ങളുടെ ഹദീസാണ്. ഓരോ ആളുകൾക്ക് അവരുടെ ലീഡർഷിപ്പ് അനുസരിച്ച് അവരുടെ പദവി അനുസരിച്ചും കൊണ്ടുള്ള സ്ഥാനമാനങ്ങൾ നമ്മൾ നൽകും. അഫിലിയേഷൻ കോളേജ് ആയതുകൊണ്ടും പല ആളുകൾ പല വിധത്തിൽ സന്ദർശിക്കാൻ വരിക, അതുപോലെ തന്നെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആൾക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് വളരെ സ്വസ്ഥമായ നിലയിൽ താമസിക്കാൻ പറ്റുന്ന കംഫർട്ടബിളായ നിലയ്ക്കുള്ള ഒരു ഗസ്റ്റ് റൂമുണ്ട്. 62.5 kVയുടെ ആ ജനറേറ്റർ എന്നുള്ള വലിയൊരു പദ്ധതി, അതിൻ്റെ ഇലക്ട്രിക്കൽ വർക്ക് അടക്കം ഏകദേശം 12 ലക്ഷം രൂപ ചെലവ് ചെയ്ത് അവരാണ് നിർമ്മിച്ചു തന്നത്. അതിന് ചില ടെക്നിക്കലായ KSCB-യുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു 5% പണി മാത്രമാണ് നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത്. അതും കൂടി എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഉസ്താദിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒലിക്കുന്നതായി കാണാൻ പറ്റുമായിരുന്നു. കാരണം ഒരു സ്ഥലത്തുമില്ലാത്തൊരു സൗഭാഗ്യമായിരുന്നു അത്. ഒരു ജുമാ പ്രഭാഷണത്തിൽ ഈ സ്ഥാപനത്തെപ്പറ്റി പറയുകയും അതിൻ്റെ വലിയൊരു സാരഥി നമ്മുടെ ഈ പള്ളിയിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ബഹുമാനിക്കണമെന്ന് പറഞ്ഞ് ആ ഖത്തീബ് അവിടെ പ്രസംഗിക്കുകയും ആ ഖത്തീബ് ഉസ്താദിനെ പ്രത്യേകമായ നിലയിൽ വീണ്ടും വിളിച്ചും കൊണ്ട് ഉസ്താദിനെ കൊണ്ട് മന്ത്രിപ്പിക്കുകയും ചെയ്ത വളരെ അപൂർവമായ ഒരു സംഭവം എന്ന് നടക്കുകയുണ്ടായി. അള്ളാഹു അദ്ദേഹം ജീവിച്ചിട്ടുണ്ടെന്നോ ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും അള്ളാഹു ആ ഉസ്താദിന് നൽകുമാറാകട്ടെ. അതിനുവേണ്ടി പ്രവർത്തിച്ച ബഹ്റൈൻ കമ്മിറ്റിയിലെ എല്ലാവർക്കും ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു. അത് നമുക്ക് നന്നായി ഉപയോഗപ്പെടുത്താൻ പറ്റട്ടെ എന്ന് പ്രവർത്തിക്കുകയുണ്ടായി. നമ്മുടെ അവിടുത്തെ ഇതിനെപ്പറ്റിയെല്ലാം ഇപ്പോൾ നമ്മുടെ ഇതുവരെ നിജാമെല്ലാം പറഞ്ഞാണ്, കൂടുതലായിട്ടൊന്നും പറയേണ്ട. സ്വന്തം നാടും വീടും വിട്ട് മനസ്സിൽ വേദനയേറെ സഹിച്ച് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് വന്നവരാണ് ഞങ്ങൾ. എന്നും പ്രവാസികൾ എന്നൊരു പേരിൽ അറിഞ്ഞവരാണ്. സ്വന്തം നാടും വീടും വിട്ട് മനസ്സിൽ വേദനയേറെ സഹിച്ച് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് വന്നവരാണ് ഞങ്ങൾ. എന്നും പ്രവാസികൾ എന്നൊരു പേരിൽ അറിഞ്ഞവരാണ്. നാട്ടിൽ നല്ലൊരു വീട് പണിയാൻ, മാതാപിതാക്കളെ സംരക്ഷിക്കാൻ, മക്കളെ ഭാവി ഭാസുരമാക്കാൻ, ഭാര്യയും കുടുംബവും സന്തോഷിക്കാൻ ആശകളേറെ മനസ്സിൽ വെച്ച് നിറച്ചവരാണ് നമ്മൾ. എന്നും പ്രവാസികൾ സ്വപ്നം കണ്ടൊരു ചിന്തയതാണ്. സ്വന്തം നാടും വീടും വിട്ട് മനസ്സിൽ വേദനയേറെ സഹിച്ച് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് വന്ന
വന്നവരാണ്. ഞങ്ങൾ എന്നും പ്രവാസികൾ എന്നൊരു പേരിലറിഞ്ഞവരാണ്. മണിക്കൂറോളം ജോലിയെടുത്ത് പലരുടെ ആട്ടും കേട്ട് സഹിച്ച് പൊള്ളും ചൂടിൽ കഷ്ടപ്പെട്ട് ഏറെ പണവും നാട്ടിലയച്ച് കുടുംബത്തിനായി ഭാരം ചുമന്ന് തളർന്നവനാണ് നമ്മൾ. എന്നും പ്രവാസികൾ യാതനയേറെ സഹിച്ചവരാണ്. സ്വന്തം നാടും വീടും വിട്ട് മനസ്സിൽ വേദനയേറെ സഹിച്ച് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് വന്നവരാണ്. ഞങ്ങൾ എന്നും പ്രവാസികൾ എന്നൊരു പേരിലറിഞ്ഞവരാണ്. സ്വന്തം നാടും വീടും വിട്ട് മനസ്സിൽ വേദനയേറെ സഹിച്ച് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് വന്നവരാണ്. ഞങ്ങൾ എന്നും പ്രവാസികൾ എന്നൊരു പേരിലറിഞ്ഞവരാണ്. സ്വന്തം നാടും വീടും വിട്ട് മനസ്സിൽ വേദനയേറെ സഹിച്ച് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് വന്നവരാണ്. ഞങ്ങൾ എന്നും പ്രവാസികൾ എന്നൊരു പേരിലറിഞ്ഞവരാണ്. നാട്ടിൽ നല്ലൊരു വീട് പണിയാൻ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ മക്കളെ ഭാവി ഭാസുരമാക്കാൻ ഭാര്യയും കുടുംബവും സന്തോഷിക്കാൻ ആശകളേറെ മനസ്സിൽ വെച്ച് നിറച്ചവരാണ് നമ്മൾ. എന്നും പ്രവാസികൾ സ്വപ്നം കണ്ടൊരു ചിന്തയതാണ്. സ്വന്തം നാടും വീടും വിട്ട് മനസ്സിൽ വേദനയേറെ സഹിച്ച് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് വന്നവരാണ്. ഞങ്ങൾ എന്നും പ്രവാസികൾ എന്നൊരു പേരിലറിഞ്ഞവരാണ്. മണിക്കൂറോളം ജോലിയെടുത്ത് പലരുടെ ആട്ടും കേട്ട് സഹിച്ച് പൊള്ളും ചൂടിൽ കഷ്ടപ്പെട്ട് ഏറെ പണവും നാട്ടിലയച്ച് കുടുംബത്തിനായി ഭാരം ചുമന്ന് തളർന്നവനാണ് നമ്മൾ. എന്നും പ്രവാസികൾ യാതനയേറെ സഹിച്ചവരാണ്. സ്വന്തം നാടും വീടും വിട്ട് മനസ്സിൽ വേദനയേറെ സഹിച്ച് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് വന്നവരാണ്. ഞങ്ങൾ എന്നും പ്രവാസികൾ
സ്വന്തം നാടും വീടും വിട്ട് മനസ്സിൽ വേദനയേറെ സഹിച്ച് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് വന്നവരാണ് ഞങ്ങൾ. എന്നും പ്രവാസികൾ എന്നൊരു പേരിലറിഞ്ഞവരാണ്. സ്വന്തം നാടും വീടും വിട്ട് മനസ്സിൽ വേദനയേറെ സഹിച്ച് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് വന്നവരാണ് ഞങ്ങൾ. എന്നും പ്രവാസികൾ എന്നൊരു പേരിലറിഞ്ഞവരാണ്. നാട്ടിൽ നല്ലൊരു വീട് പണിയാൻ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ മക്കളെ ഭാവി ഭാസുരമാക്കാൻ ഭാര്യയും കുടുംബവും സന്തോഷിക്കാൻ ആശകളേറെ മനസ്സിൽ വെച്ച് നിറച്ചവരാണ് നമ്മൾ. എന്നും പ്രവാസികൾ സ്വപ്നം കണ്ടൊരു ചിന്തയതാണ്. സ്വന്തം നാടും വീടും വിട്ട് മനസ്സിൽ വേദനയേറെ സഹിച്ച് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് വന്നവരാണ് ഞങ്ങൾ. എന്നും പ്രവാസികൾ എന്നൊരു പേരിലറിഞ്ഞവരാണ്. മണിക്കൂറോളം ജോലിയെടുത്ത് പലരുടെ ആട്ടും കേട്ട് സഹിച്ച് പൊള്ളും ചൂടിൽ കഷ്ടപ്പെട്ട് ഏറെ പണവും നാട്ടിലയച്ച് കുടുംബത്തിനായി ഭാരം ചുമന്ന് തളർന്നവനാണ് നമ്മൾ. എന്നും പ്രവാസികൾ യാതനയേറെ സഹിച്ചവരാണ്. സ്വന്തം നാടും വീടും വിട്ട് മനസ്സിൽ വേദനയേറെ സഹിച്ച് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് വന്നവരാണ് ഞങ്ങൾ. എന്നും പ്രവാസികൾ എന്നൊരു പേരിലറിഞ്ഞവരാണ്. صل عليه وآله اللهم صل على محمد يا رب صل عليه وآله في حب سيدنا محمد نور لبدر الهدى متمم قلبي يحن إلى محمد ما زال من وجده متيم اللهم صل على محمد يا رب صل عليه وآله شوق المحب إلى محمد أثنى وثم به تهيم أدعوك أحمد يا محمد يا سيد الرسل المقدم اللهم صل على محمد يا رب صل عليه وآله الهاشمي في كل محفل الصيرمي في وجه محتل الشافعي في يوم نمهل يا رب صل عليه وآله صل على محمد يا رب صل عليه وآله صلوا على الهادي المجاهد سحقا لمن عاده محايد صلوا عليه من شعب صامد يا رب صل عليه وآله اللهم صل على محمد يا رب
صل عليه وآله اللهم صل على محمد يا رب صل عليه وآله. ഈ ക്ലാസ് മുറികൾ ഇനി സജീവമാവുകയാണ്. പുതിയ അധ്യയന വർഷത്തിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും കേരള പോലീസിൻ്റെ സ്വാഗതം. വീട്ടിൽ നിന്നും സ്കൂളിലെത്തുന്നവരെയും സ്കൂളിൽ നിന്നും തിരികെ വീട്ടിലെത്തുന്നവരെയും കുട്ടികളുടെ സുരക്ഷയ്ക്കായി പോലീസ് നിങ്ങളോടൊപ്പമുണ്ട്. അതിലേക്കായി ഒരു വിദ്യാർത്ഥി സുരക്ഷാ പദ്ധതി തന്നെ ഈ അധ്യയന വർഷം പോലീസ് നടപ്പിലാക്കുന്നുണ്ട്. സ്കൂളുകളിൽ മാത്രമല്ല, യാത്രാമധ്യയുള്ള എല്ലാ മേഖലകളിലും നിരീക്ഷണം ഉറപ്പിക്കുന്നതാണ് പോലീസിൻ്റെ ഈ പുതിയ പദ്ധതി. സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, മറ്റു ജീവനക്കാർ നിർബന്ധമായും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ലഹരി സംഘങ്ങളെ കുരുക്കുന്നതിനായി സ്കൂളുകൾ, കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവിടങ്ങളെല്ലാം ശക്തമായ പോലീസ് നിരീക്ഷണവും പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ പരിസരത്ത് പതിവായി തമ്പടിക്കുന്നവരെയും വന്നുപോകുന്ന കച്ചവടക്കാരെയും പോലീസ് വാച്ച് ചെയ്യുന്നുണ്ട്. സ്കൂളുകളുടെ പരിസരത്തുള്ള കടകളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നറിയുവാൻ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി വിൽപ്പന സംബന്ധമായ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും 112 വിളിച്ചറിയിക്കുകയോ യോദ്ധാവ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതുമാണ്. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. ചില ബന്ധങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. അതിന്റെ സൗന്ദര്യം പറഞ്ഞറിയിക്കാനാവില്ല. 4 നൂറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മറ്റേതിനേക്കാളും മികച്ചത് നൽകുമെന്ന ഉറപ്പ് എന്നെ ഞാനാക്കി മാറ്റി. ശരിയാണ്, അത് അത്രമേൽ അമൂല്യമാണ്. യഥാർത്ഥ 916 സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ഷോറൂം സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇനി ചെറുവത്തൂരിലും പൊന്നിന് പൂക്കാലം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുവത്തൂർ, കേരള, കർണാടക. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറവാകൂ. വിളിക്കൂ 9072 767 005 or visit www.eduskilling.com.
Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service.